പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വകബി. ഞാൻ ആഷിഖ് ജോയ്. എപ്പോഴത്തെയും പോലെ നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ഈശോയിൽ ഏറ്റവും അധികം സ്നേഹമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസം ഒക്ടോബർ 4-ാം തീയതി കാത്തലിക് ഐഡൻറ്റിറ്റി കോൺഫറൻസിൽ വെച്ച് കസാക്കിസ്ഥാനിലെ അസ്ഥാന രൂപതയുടെ സഹായമെത്രാൻ ബിഷപ്പ് അത്നേഷ്യസ് സ്നൈഡറും ജോസഫ് സ്ട്രിക്ലാൻഡ്, ബിഷപ്പ് എലഗാൻഡി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 3-4 ബിഷപ്പുമാർ ഒരു പാപപരിഹാര പ്രാർത്ഥന നടത്തുകയുണ്ടായി. കൂട്ടത്തിൽ 100-200 ആളുകൾ ആ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പാപപരിഹാരം നടത്തിയത് മറ്റൊന്നുമല്ല, കേരളത്തിലെ ഒരു കത്തോലിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വാർത്തയാണ് ഇത്. അത് വിദേശ രാജ്യങ്ങളിലൊക്കെ വാർത്ത വന്നു, പക്ഷേ നമ്മുടെ കേരളത്തിൽ എപ്പോഴും എല്ലാ കത്തോലിക്ക മാധ്യമങ്ങളും ചെയ്യുന്ന സ്ഥിരം പരിപാടിയാണ് വാർത്ത ഫിൽട്ടർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെ ഇവർ ഫിൽട്ടർ ചെയ്ത് കൊടുക്കുമ്പോഴൊരു ദോഷം എന്താണ് എന്നുള്ളത് ഞാൻ വരുന്ന വഴിക്ക് ഞാൻ പറയാം. അങ്ങനെ ഇവർ ഫിൽട്ടർ ചെയ്ത് ഇവർ കൊടുക്കാതെ പോയൊരു വാർത്തയാണ് ഓൾമോസ്റ്റ് 1400-1500-1400-1400-ലധികം സ്വവർഗഭോഗികൾ വത്തിക്കാനിലേക്ക് സെപ്റ്റംബർ മാസം 5-ാം തീയതി ജൂബിലി വർഷത്തോടനുബന്ധിച്ച് വിശുദ്ധ വാതിലിലൂടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രവേശിച്ചു എന്നുള്ളത് ഇൻ്റർനാഷണലി വാർത്തയായ കാര്യമാണ്. പക്ഷെ നമ്മൾ ആരും ഇതറിഞ്ഞില്ല. എന്നാൽ വിദേശത്തുള്ള യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയുള്ള മലയാളികളായിട്ടുള്ള കത്തോലിക്കർ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എന്നെ വിളിച്ചിട്ട്, എന്താ ആഷിക്ക്, എന്താ ഈ കാണിച്ച് വെച്ചിരിക്കുന്നത്, എന്താണ്, ഞങ്ങൾക്ക് അരിയാഹാരം കഴിക്കുന്ന ആളുകളെ ഞങ്ങൾക്കിത് മനസ്സിലാവും എന്നവർ പറയുന്നു. ഇത് നോക്കൂ, ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വരും, മാർപ്പാപ്പയെ കുറ്റം പറയരുത്, വൈദികരെ കുറ്റം പറയരുത്, ബിഷപ്പുമാരെ കുറ്റം പറയരുത്. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. നമുക്കറിയത്തില്ല എന്താണ് റിയൽ കാത്തലിസം. ഇവിടെ നമുക്ക് ചൊല്ലുണ്ട്, മാർപ്പാപ്പയെ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കേണ്ട എന്ന്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ അവർ തരുന്ന മറുപടിയാണ്, മാർപ്പാപ്പയെ കുർബാന ചൊല്ലാൻ നീ പഠിപ്പിക്കേണ്ട. എന്നാൽ പുറത്തെങ്ങനെയാണെന്നറിയാം, അവർ പറയും, മാർപ്പാപ്പയ്ക്ക് കുർബാന ചൊല്ലാൻ അറിയില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അവർ കാത്തലിക് ഫെയ്ത്തിൻ്റെ ഡോക്ട്രൈൻസും ഡോഗ്മാസിലെല്ലാം പ്രബുദ്ധരാണ്. അവിടെയുള്ള ജനതകൾക്ക് അവർക്ക് അറിയാം, ഈ കത്തോലിക്കർക്ക് അവരുടെ വിശ്വാസം അവർക്കറിയാം. അതുകൊണ്ട് അവരുടെ അടുത്ത് വന്നിട്ട് ആർക്കും അവരെ പറ്റിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ എത്ര പേര് നമ്മുടെ വികാരിയച്ഛൻ ഒരു ഹോംലിയിൽ ഒരു വചന പ്രഘോഷണം നടത്തി കഴിഞ്ഞിട്ട് ഇത് സഭയുടെ പഠനമായിട്ടോ ചേർന്ന് പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ട്? എത്ര പേര് പരിശോധിക്കുന്നുണ്ട്? ഇല്ല. നമ്മളിങ്ങനെ കേൾക്കുന്നു, വരുന്നു, പോണ വഴിക്ക് 1 കിലോ ബീഫ് വാങ്ങിക്കുന്നു, വീട്ടിൽ കൊണ്ട് പോകുന്നു, ബിരിയാണി വെക്കുന്നു, കഴിക്കുന്നു, ഞായറാഴ്ച കഴിഞ്ഞു, നമ്മുടെ വിശ്വാസം കഴിഞ്ഞു. നമ്മൾ പ്രബുദ്ധരാവണം എൻ്റെ പ്രിയമുള്ളവരെ, വചനത്തിൽ, സഭയുടെ പഠനത്തിൽ. അപ്പോൾ ആർക്കും നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല, ഒരാൾക്കും പറ്റിക്കാൻ പറ്റത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഭ എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനമല്ല. ഒരു IT കമ്പനിയുടെ HR, CEO, പിന്നെ അതിന് കീഴിലുള്ള തൊഴിലാളികൾ എന്നതുപോലെയല്ല. HRും CEOവും പോപ്സ്, ബിഷപ്സ്, കർദിനാൾസ്, പിന്നെ അതിൻ്റെ തൊഴിലാളികളല്ല നമ്മളെല്ലാവരും ഒന്ന് ചേർന്നിട്ടുള്ളതാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ ആ സഭയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിന് മുന്നിൽ നിന്ന് അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം മാമോദിസ വെള്ളം തലയിൽ വീണിട്ടുള്ള എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഡിക്റ്റേറ്റർഷിപ്പിന് കീഴിലുമല്ല. ഇന്ന കാര്യം പറയാൻ പാടില്ല, ഇന്ന കാര്യം പറയണം എന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരു സാക്രിലേജ് വത്തിക്കാൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്ത് വരെ നടന്നു. ഇതേപോലെ ഒന്ന് സംഭവമാണ് പച്ചമാമയുടെ വിഷയം. ഇതിലെക്കാളും ഗൗരവമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡാനിയൽ അച്ഛനൊക്കെ പോലുള്ള ധ്യാനഗുരുക്കന്മാർ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, 1-ാം കൽപ്പന എവിടെ ലംഘിക്കപ്പെടുന്നോ അവിടെ 6-ാം കൽപ്പനയും ലംഘിക്കപ്പെടും. 6-ാം കൽപ്പന എവിടെ ലംഘിക്കപ്പെടുന്നോ അവിടെ 1-ാം കൽപ്പന ലംഘിക്കപ്പെടും. നമ്മുടെ കേരള സഭയിൽ വൈദികർ ഒരുപാട് പേര് സ്ത്രീ വിഷയത്തിൽ വീണിട്ടുണ്ട്. ഞാൻ കുറ്റം പറയണതല്ല,
ഇതിൻ്റെ ഒരു കാരണം ഒന്നാം കൽപ്പനയുടെ ലംഘനമാണ് കേരള സഭയിലുള്ളത്. ഈ ഒന്നാം കൽപ്പനയുടെ ലംഘനം സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സഭയെ നാണം കെടുത്തുന്ന രീതിയിൽ ദൈവം ചില വൈദികര് ചെയ്യുന്ന ചില പാവങ്ങളെ ദൈവം തുറന്നു കാണിക്കുന്നു. അത് സഭയുടെ വിശുദ്ധീകരണത്തിന്, സഭ വിശുദ്ധീകരിക്കപ്പെടാനാണ് ഈശോ ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പൊതു മധ്യത്തിൽ സഭ നാണം കെടുന്നു. പക്ഷെ അതിൽ നിന്ന് നമ്മളൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇവിടെ പച്ചമാമ 2019 ഒക്ടോബർ മാസം 4-ാം തീയതി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്ത് ഫ്രാൻസിസ് പാപ്പ പച്ചമാമ എന്ന് പറയുന്ന ആമസോണിലെ ഭൂമി ദേവിയെ കൊണ്ടുവന്നു. ഇത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയാൻ ഇവരെ പോലെയുള്ള ഒരു 5-6 കൂടിപ്പോയ ഒരു 10 ബിഷപ്പുമാർ കാണും. ബാക്കി ഓൾമോസ്റ്റ് 5000-ത്തിലധികം ബിഷപ്പുമാർ എന്താണ് അവർ ചെയ്യുന്നത്? കേരളത്തിൽ നിന്നും ഇങ്ങനൊരു വാർത്ത, കേരളത്തിൽ നിന്നും ഇങ്ങനൊരു സംഭവത്തെ അപലപിക്കാൻ ഒരു ബിഷപ്പുമാരും തയ്യാറായില്ലെന്ന് മാത്രമല്ല, ചില ധ്യാനഗുരുക്കന്മാർ ഇതിനെ ന്യായീകരിച്ചിട്ട് വരെ വീഡിയോ ഇറക്കി. അതിശയം തോന്നുന്നു. പച്ചയായ സാക്രലേജ്. അവിടെയുള്ള കർദിനാൾമാരടക്കം ഇതിനെ പ്രായശ്ചിത്തം ചെയ്തു. കർദിനാൾ റോബർട്ട് സാറ, കർദിനാൾ മുള്ളർ, കർദിനാൾ ബ്രാൻഡ് മുള്ളർ, ബിഷപ്പ് അത്തനേഷ്യസ്, കർദിനാൾ ബെർക്ക്, ഇവരെ പോലെയുള്ള പിതാക്കന്മാരെല്ലാം ചങ്ക് പൊട്ടിയിട്ട് പ്രായശ്ചിത്തം ചെയ്യുമ്പോഴും നമ്മളിവിടെ നിന്ന് പറയാണ് ഒന്നൊരു വിഷയമില്ലെന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, കേരളത്തിലുള്ള വിശ്വാസികൾക്ക് ഇട്ടുകൊടുത്തത് പഴത്തിന് പകരം പഴത്തൊലിയാണ്. എന്നിട്ട് ഈ പഴത്തൊലി കഴിച്ചിട്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ ഈ LGBT സ്വർഗഭോഗികളോ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്ത് കയറി, ആർക്കും കയറാം, ഒരു വിഷയമില്ല. പക്ഷേ ഇവർ കയറിയത് ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. ഇവരുടെ ആ പ്രൈഡ് ഫ്ലാഗ് പിടിച്ചുകൊണ്ട് ആ നിറത്തിലുള്ള കുരിശ് പെയിൻറ്റ് ചെയ്ത് ആ നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞ് ഈ ഫ്ലാഗും പിടിച്ചുകൊണ്ടാണ് ഈ വിശുദ്ധവാതിലിലൂടെ പ്രവേശിച്ചത്. എന്താണ് ഈ വിശുദ്ധവാതിലൂടെ പ്രവേശിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ ജൂബിലി വർഷത്തിൽ ഇത്ര വലിയൊരു ഗ്രൂപ്പ് 1300-ലധികം ആളുകൾ കയറിയിട്ട് അതിൽ ചിലരുടെയൊക്കെ ടീഷർട്ടിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ എനിക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല. അത്രമാത്രം അസഭ്യം നിറഞ്ഞ വാക്കുകൾ എഴുതി ദൈവത്തെ വെല്ലുവിളിച്ച്, അതായത് ഇവർ പറയാണ്, ഞങ്ങളെ കൊണ്ട് പറ്റുവടാ, നീയൊക്കെ എത്ര കുരച്ചാലും ഞങ്ങളിതെല്ലാം ഇവിടെ ചെയ്യും എന്ന്. ഇത് വത്തിക്കാനാണ് ഇത് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ അന്ന് ജീവിച്ചിരുന്ന കാലത്ത് ഫ്രാൻസിസ് പാപ്പ കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ്. അതിന്ന് നടപ്പിലായി. ലിയോ മാർപ്പാപ്പയും നിശബ്ദനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തോടുകൂടെ നമ്മൾ എന്താണ് ലോകത്തിന് നൽകുന്ന മെസ്സേജ്? അപ്പോൾ ഇവിടെയാണ് സഭ ലോകത്തോട് വിളിച്ച് പറയേണ്ടത്, സ്വർഗഭോഗികളോടെല്ലാം സഭയ്ക്ക് സ്നേഹം തന്നെയാണ്. പക്ഷേ സ്വർഗഭോഗം മാരക പാപമാണ്, ഇതൊരു തെറ്റാണ്, ഇത് നിങ്ങളെ നരകത്തിലേക്ക്, നിങ്ങളുടെ നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു മാരക പാപമാണ് എന്ന് പറയാൻ ഈ ലോകത്ത് സഭയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് പറയാതെ നമ്മൾ ഇവരോട് കാണിക്കുന്ന ഈ കരുണ, അത് വ്യാജ കരുണയാണ്. ഈശോ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ 1300-ലധികം ആളുകൾ അവരുടെ ഐഡൻറ്റിറ്റി കാണിക്കാൻ, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കും, തുടർന്ന് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കാണിക്കാൻ ദൈവത്തെ വെല്ലുവിളിച്ചുകൂടി പരിപാടി നടത്തി. അങ്ങനെ ഒക്ടോബർ 4-ാം തീയതി ബിഷപ്പ് അത്തനേഷ്യസ് സ്നൈഡറിൻ്റെ നേതൃത്വത്തിലുള്ള പിതാക്കന്മാർ അവർ ഈ കാത്തലിക് ഐഡൻറ്റിറ്റി കോൺഫറൻസിൽ വെച്ച് ദൈവത്തോട് മാപ്പ് ചോദിച്ചു. ഒരു നീണ്ട പ്രാർത്ഥന. അതിൽ 2-3 കാര്യങ്ങൾ ഞാൻ വായിക്കാം. എന്തിനൊക്കെയാണ് പരിഹാരം? For those who abuse the Jubilee year, the Church of the Jesus, the Holy Door and the St. Peter's Basilica, by turning them into a platform for advocating the legitimization of sodomy, fornication and other sins against the 6th commandment of your holy law. Lord, have mercy. Christ, have mercy. Lord, have mercy. For the complicity of the authorities of the Holy See in such an abomination. Lord, have mercy. Christ, have mercy. Lord, have mercy. For the members of the clergy who abusing their office and preventing the true aim of pastoral care, support the legitimization of sodomy, fornication. ഇങ്ങനെ പോകുന്നു. ഓരോന്നും എണ്ണി പറഞ്ഞ് ഇവർ പാപപരിഹാരം അനുഷ്ഠിക്കുകയാണ്. For members of the clergy who under the pretext of pastoral accompaniment deny people the perennial truth of your holy commandments and avoid calling those who err to salutary penance,
confirming them instead in error and vice, and exposing them to the danger of eternal damnation. Lord, have mercy. Christ, have mercy. Lord, have mercy. For men. ഇനി നിങ്ങൾക്ക് ഞാനൊരു രസകരമായ മറ്റൊരു സംഭവം കാണിച്ചു തരാം. ഈ കഴിഞ്ഞ ദിവസം റേസിംഗ് ഹോപ്പ് ഫോർ ക്ലൈമറ്റ് ജസ്റ്റിസ് ഒക്ടോബർ 1-നും 3-നും ഇടയിൽ വെച്ച് റോമിൽ വെച്ച് നടന്ന ഒരു പരിപാടി. അത് ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനമായ ലൗദാതോ സിയുടെ 10ാമത്തെ ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് നടത്തിയതായിരുന്നു. ഇതിൽ ലിയോ മാർപ്പാപ്പ ഒരു ഐസ് ബ്ലസ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ അദ്ദേഹം ചൊല്ലിയ പ്രാർത്ഥന ഞാൻ വിശ്വസിക്കുന്നില്ല അത് അദ്ദേഹമാണ് എഴുതിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പരിപാടി സംഘടിപ്പിച്ച ആളുകളായിരിക്കാം അദ്ദേഹത്തെ കൊണ്ടത് ചൊല്ലിച്ചത്. അത് ഞാനിവിടെ ഒന്നും പറയുന്നില്ല. സോ ക്ലൈമറ്റ് ചേഞ്ച് ഇത് അടുത്ത ഒരു തട്ടിപ്പാണ്. ഈ ഗ്ലോബൽ വാർമിംഗ്, ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ ഇതൊരു ഗ്ലോബലിസ്റ്റ് അജണ്ടയാണ്. ഈ ലോകം മുഴുവനുള്ള ഒരു ഗ്ലോബലിസ്റ്റ് അജണ്ട. ഇത് എത്രത്തോളം അപകടകരമാണ് എന്ന് ഞാൻ അടുത്ത ഒരു പോയിന്റിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനും കുഞ്ഞനാളിൽ ജൂൺ 5-ന് നമ്മുടെ സ്കൂളിൽ നിന്ന് തരുന്ന വൃക്ഷത്തൈയൊക്കെ നടുവായിരുന്നു. പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ കാത്ത് രക്ഷിക്കണം. നല്ലതാണ്, ചെടികളൊക്കെ നടുന്നത് വളരെ നല്ലത് തന്നെയാണ്. എന്താണ് ഇവരുടെയും കാർബൺ ഡയോക്സൈഡ് CO2 കുറയ്ക്കുക, ഭൂമിയെ രക്ഷിക്കുക, ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ അടക്കുക എന്നൊക്കെയാണ് ഇവർ പറയണത്. അപ്പോൾ കേരളത്തിലെ ഏത് മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാലും വർഷങ്ങളായി ഇവർ പറഞ്ഞു വരുന്ന കാര്യമാണ് കൊച്ചി ഇപ്പം മുങ്ങും, ഇത്ര അടി ഉയരും, അവിടെ ഐസ് ഉരുകിക്കൊണ്ടിരിക്കുകയാണ് അന്റാർട്ടിക്കയിൽ, ഇപ്പം മുങ്ങുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതായത് നിങ്ങൾ ഒരു 1980s, 1970s, 1990s പത്രവാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം 2020 കൊച്ചി മുങ്ങും എന്ന് പറഞ്ഞ് 2026. ഇതൊരു തട്ടിപ്പാണിത്. ഏറ്റവും വലിയ തട്ടിപ്പ് നിങ്ങൾ നോക്കൂ. ഞാൻ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആളാണ്. ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നതും സബ്സിഡി കൊടുക്കുന്നതൊക്കെ എന്തിനാണ്? പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, CO2 കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് സ്കൂട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. പുക വരില്ലല്ലോ. ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാറ്ററി നിർമ്മിക്കുന്നത് എവിടെ നിന്നാണ്? ഈ CO2 ഇതിൻ്റെ ഇരട്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിലാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാറ്ററി നിർമ്മിക്കുന്നത്. ഇതിനപ്പുറത്ത് കോമഡി വേറെ എന്താ ഉള്ളത്? അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, ഒരു സിസ്റ്റം ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അത് പരീക്ഷ അടിസ്ഥാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകം മുഴുവനുള്ള രാജ്യങ്ങളിൽ ഇത് പതിയെ വരും. അത് മറ്റൊന്നുമല്ല, കാർബൺ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട്. അതായത് 1 ടൺ CO2 ഉപയോഗിക്കാതിരുന്നാൽ 1 ക്രെഡിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ വിശദമാക്കാം. നാളെ ഒരു നിയമം വരും. നിൻ്റെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ നിൻ്റെ വാഹനം ഉപയോഗിച്ച് നിനക്ക് 100 ടൺ, ഞാൻ എക്സാമ്പിളാണ് പറയണത്, 100 ടൺ CO2 മാത്രമേ നിനക്ക് ഒരു മാസം പുറപ്പെടുവിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ വണ്ടി ഓടിച്ച് കുർബാനയ്ക്കും നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ പോകുമല്ലോ. അപ്പം നിനക്ക് ഒരു മാസം 100 ടൺ CO2 മാത്രമേ നിനക്ക് പുറന്തള്ളാൻ പറ്റുകയുള്ളൂ നിൻ്റെ വാഹനത്തിൽ നിന്ന്. നീ 110 ടണ്ണായാൽ ഈ 10 ടണ്ണിന് നീ ഫൈന് കൊടുക്കണം, അല്ലെങ്കിൽ നീ ക്രെഡിറ്റ് കടം വാങ്ങിക്കണം. ഒന്നുകൂടെ വിശദമാക്കാം. എനിക്കൊരു കാറുണ്ട്, എൻ്റെ കൂട്ടുകാരനൊരു കാറുണ്ട്. എനിക്ക് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് 100 ടൺ CO2 ഒരു മാസം നിനക്ക് ഉപയോഗിക്കാം. നിൻ്റെ വാഹനത്തിൽ നിന്ന് 100 ടൺ CO2 മാത്രമേ പുറത്ത് വരാൻ പാടുള്ളൂ. ഓക്കെ. പക്ഷേ ഞാൻ 90 ടൺ CO2 മാത്രമേ ആ മാസം ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് ബാക്കി എത്രയുണ്ട്? 10 ടൺ ബാക്കിയുണ്ട്. ഈ 10 ടണ്ണ് എൻ്റെ അസറ്റാണ്. എനിക്കിത് വിൽക്കാം. ആർക്ക് വിൽക്കാം? അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ 100 ടൺ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് അവൻ 110 ടൺ ഉപയോഗിച്ചു. അപ്പോൾ ഈ 10 ടൺ ഇനി ഇവൻ എവിടെ നിന്ന് വാങ്ങിക്കണം? 90 ഉപയോഗിച്ച എന്നിൽ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാക്കിയുള്ള ഈ 10 ടൺ കാർബൺ ക്രെഡിറ്റ് കാർബൺ അല്ല നമ്മൾ കൊടുക്കുന്നത്, കാർബൺ ക്രെഡിറ്റ് ഞാൻ അവനെ കാശിന് വിൽക്കുന്നു, അവൻ വാങ്ങിക്കുന്നു.
അപ്പോൾ അവൻ ഉൽപ്പാദിപ്പിച്ച ഈ 10 ടൺ കാർബൺ ഡയോക്സൈഡ് അത് എൻ്റേതാണ്. അപ്പോൾ അങ്ങനെ രണ്ടും ബാലൻസ് ആയിട്ട് പോയി. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളാണ് ഭാവിയിൽ വരാൻ പോകുന്നതും. ഓൾറെഡി ഇന്ത്യയിൽ അത് 2022 പരീക്ഷ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം നാളെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഡിജിറ്റൽ ID-യിൽ ഇതെല്ലാം രേഖപ്പെടുത്തപ്പെടും. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ നമ്മുടെ വാഹനങ്ങൾ GPS ഒക്കെ ഘടിപ്പിച്ച് വരുന്നുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞാൽ ഈ കാർബൺ ക്രെഡിറ്റ് സ്കോറും കൂടെ ഘടിപ്പിക്കും. അപ്പോൾ 100 ടൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു പക്ഷേ ഓടിക്കാൻ പറ്റത്തില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവും. പിന്നെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കണം. ആരിൽ നിന്ന് വാങ്ങിക്കണം? ഒരു മാസം 100 ടൺ ഉപയോഗിക്കാത്ത ആരിൽ നിന്നെങ്കിലും ഞാൻ വാങ്ങിക്കണം. അന്ന് നമുക്ക് ഈ ആമസോണിലൊക്കെ കാണുന്ന പോലെ ഓൺലൈനിൽ കാർബൺ ക്രെഡിറ്റ് സ്കോർ വിൽക്കാനുണ്ട്, ആവശ്യമുള്ളവർ വാങ്ങിക്കണം. ഇങ്ങനെ കുറേ മണ്ടത്തരങ്ങളാണ്. ഇതൊരു ഗ്ലോബലിസ്റ്റ് അജണ്ടയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നതൊക്കെ. ഇതൊക്കെ യുണൈറ്റഡ് നേഷൻ്റെ സസ്റ്റൈനബിൾ 2030 ഗോൾസിലുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിലൊന്നും സഭ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. അതായത് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പൊക്കിപ്പിടിച്ച് നമ്മൾ ഐസൊന്നും പ്ലസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരേ ഒരു ഡ്യൂട്ടിയുള്ളൂ, അത് ആത്മാക്കളുടെ രക്ഷ. ക്ലൈമറ്റ് ചേഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇഷ്ടം പോലെ രാഷ്ട്രീയക്കാരുണ്ട്, അവർ നോക്കിക്കോളൂ. പക്ഷെ അവർക്ക് ആർക്കും നോക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സാൽവേഷൻ ഓഫ് ദി സോൾസ്, ആത്മാക്കളുടെ രക്ഷ. ഇനി 2000 ജൂബിലി വർഷത്തിൽ ഇതേപോലെ റോമിൽ, വിശുദ്ധപാതയിലൂടെ അല്ലെങ്കിലും റോമിൽ കുറച്ച് സ്വർഗ്ഗഭോഗികൾ അവരുടെ പ്രൈഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു റാലിയായിട്ട് പോവുകയുണ്ടായി റോമിൽ. അപ്പോൾ വത്തിക്കാനിലിരിക്കുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ചങ്ക് പൊട്ടി ദൈവജനത്തോട് ഇപ്രകാരം പറഞ്ഞു: ഇൻ ദ നെയിം ഓഫ് ദ ചർച്ച് ഓഫ് റോം ഐ cannot but express my deep sadness at the affront to the great jubilee the year 2000. ജോൺ പോൾ പാപ്പ പറഞ്ഞു കേട്ടില്ലേ, ഇൻ ദ നെയിം ഓഫ് ദ ചർച്ച് ഓഫ് റോം, റോമിലെ സഭയുടെ നാമത്തിൽ ഞാൻ എൻ്റെ ആഴത്തിലുള്ള വേദന ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യുകയാണ്. ഈ ജൂബിലി വർഷത്തെ അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ റാലി നടന്നതിൽ ഞാൻ എൻ്റെ വേദന വിത്ത് ഡീപ്പ് സാഡ്നെസ് ഞാൻ അറിയിക്കുകയാണ്. ആൻഡ് ഒഫൻസ് ടു ദ ക്രിസ്ത്യൻ വാല്യൂസ് ഓഫ് എ സിറ്റി that is so dear to the hearts of Catholics throughout the world. ലോകം മുഴുവനുള്ള കത്തോലിക്കരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ നഗരത്തിൽ, ഈ റോമിൽ, ദ ഹോളി സിറ്റിയിൽ ഇങ്ങനെ ക്രിസ്ത്യൻ മൂല്യങ്ങൾക്കെതിരെ നടന്ന ഈ ഒരു സംഭവത്തിനെതിരെ കൂടെ ഞാൻ എൻ്റെ വിഷമം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. The church cannot be silent about the truth because she would fail in her fidelity to God the Creator and would not help to distinguish good from the evil. എത്ര ക്ലിയറാണ് ജോൺ പോൾ പാപ്പ പറഞ്ഞത്. സഭയ്ക്ക് നിശബ്ദയായിരിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ നിശബ്ദയായിരുന്നാൽ അവൾ വീണുപോകും, ദൈവവുമായിട്ടുള്ള ആ ഒരു വിശ്വസ്തതയിൽ വീണുപോകും. അതുകൊണ്ട് സഭയുടെ ഡ്യൂട്ടി എന്താണ്? ശബ്ദിക്കുക, തിന്മയും നന്മയും എന്താണെന്നുള്ളത് ലോകത്തോട്ട് പറയുക എന്നുള്ളത് സഭയുടെ ഡ്യൂട്ടി. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, homosexual acts are contrary to the natural law. സ്വർഗ ഭോഗപരമായിട്ടുള്ള പ്രവൃത്തികൾ അത് പ്രകൃതിയുടെ നിയമത്തിന് തന്നെ എതിരാണെന്ന്. ഇങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. വിശുദ്ധവാതിലൂടെയല്ല, ബസിലിക്കയുടെ അകത്തല്ല, റോമിൻ്റെ തെരുവിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്വർഗഭോഗികൾ അവരുടെ കൊടിയും പിടിച്ച് പ്രൈഡ് ഡേ സെലിബ്രേറ്റ് ചെയ്തതിന് മാപ്പ് ചോദിക്കുന്ന ഒരു മാർപ്പാപ്പ നമുക്കുണ്ടായിരുന്നു. അങ്ങനെയെങ്കിലും ഈ നമ്മുടെ ക്രിസ്ത്യൻ കാത്തലിസത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള വത്തിക്കാനിൽ ബസിലിക്കയുടെ അകത്ത് ഇത് കയറിയതിന് ചാരം പൂശി ചാക്കുടത്ത് മാറത്തടിച്ച് വിലപിക്കണം നാം. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഈ 3, 2, 5 ബിഷപ്പുമാർക്കേ പ്രായശ്ചിത്തം ചെയ്യാൻ തോന്നിയുള്ളൂ എന്നുള്ളതാണ്. അവിടെ തന്നെ പറയുമ്പോഴവരെ ഇതൊന്നും അധികകാലം മുന്നോട്ടിങ്ങനെ പോകത്തില്ല. ഇനി ഈ വാർത്തകൾ ഫിൽട്ടർ ചെയ്ത് ഈ കത്തോലിക്ക മാധ്യമങ്ങൾ കൊടുക്കാത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നെറ്റിൽ സെർച്ച് ചെയ്ത് ഇതെല്ലാം നമുക്ക് ലഭിക്കാവുന്നതാണ്. വത്തിക്കാൻ തന്നെ ഇത് വലിയൊരു വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നാളെ പ്രൊട്ടസ്റ്റൻ്റുകാരോ പെന്തക്കോസ്തക്കാരോ കത്തോലിക്ക സഭയിലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാട്ടിയിട്ട് പറയുകയാണ്, ദേ കണ്ടോ സ്വർഗ്ഗഭോഗികൾ കയറിയത് കണ്ടോ,
ഇതേ കണ്ടോ, സ്വർഗ്ഗവാസികളെ ബ്ലസ് ചെയ്ത് കണ്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ കത്തോലിക്കർക്ക് ഉത്തരം ഉണ്ടാവത്തില്ല. അയ്യോ അതെപ്പോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ആണോ? അപ്പോൾ പെന്തക്കോസ്തുകാർ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. മാർപ്പാപ്പ അന്തിക്രിസ്തു തന്നെ, കത്തോലിക്ക സഭ തകർന്ന് തരിപ്പണമായി, എന്നാൽ പിന്നെ സഭ മാറിയേക്കാം എന്ന് ഇങ്ങനെയുള്ള നിരവധി വാർത്തകൾ കേൾക്കുമ്പോൾ ആൾക്കാർക്ക്, വിശ്വാസികൾക്ക് തോന്നും. എന്നാൽ നമ്മൾ വിശ്വാസികൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, CCC 675 പറയുന്നുണ്ട് സഭയുടെ അന്തിമ പരീക്ഷണം അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ചു കുലുക്കുമ്പോൾ സംഭവിക്കുക എന്താണ്? ഒരു മരം പിടിച്ചു കുലുക്കുമ്പോൾ പഴുത്ത ഇലകൾ താഴെ വീഴും, പച്ച ഇലകൾ അവിടെ നിൽക്കും. അങ്ങനെ വിശ്വാസമില്ലാത്തവരൊക്കെ കൊഴിഞ്ഞു പോകും. ഇത് ശുദ്ധീകരണമാണ്. നെല്ലും പതിരും വേർതിരിക്കപ്പെടുന്ന സമയമാണ്. ഈശോയുടെ കുരിശ് മരണം പോലെ തന്നെ ഈശോ അന്ന് കുരിശിൽ മരിക്കുന്ന സമയത്ത്, അതിന് മുൻപ് ഒറ്റിക്കൊടുക്കപ്പെടുന്നതിന് മുമ്പ് ശിഷ്യന്മാരെല്ലാവരും പതിയെ യേശുവാണ് മിശിഹ രക്ഷകൻ എന്ന് വിശ്വസിച്ച് വരുമായിരുന്നു. ഈ സമയത്ത് യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി യേശുവിനെ അവർ കൊന്നു. ഈശോ ഇനിയില്ല എന്ന അവസ്ഥയിലായി. അവർ ചിന്തിച്ചു എല്ലാം കഴിഞ്ഞു, ഇവൻ്റെ പിന്നാലെ പോയതെല്ലാം മണ്ടത്തരായി, ഞങ്ങൾ പഴയ പണിക്ക് പോവാം എന്ന് പറഞ്ഞ് യേശുവിനെ വിട്ടിട്ട് അനേകർ പോയി. മാതാവും വിശുദ്ധ യോഹന്നാൻ സ്ലീഹയും കുറച്ച് സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേ ട്രയലാണ് ഇപ്പോൾ വരാൻ പോണത്. സഭയുടെ ഡിവിനിറ്റി നഷ്ടപ്പെട്ടു, സഭയുടെ അകത്ത് ഇങ്ങനെയെല്ലാം നടക്കുകയാണ്, എല്ലാം തകർന്നു, എന്താ പറയുക, സാത്താൻ കയറി എന്നൊക്കെയുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകും എന്ന് തന്നെയാണ് CCC പറയണത്. അപ്പം ലാസലൈറ്റിൽ മാതാവ് പറഞ്ഞത് റോമിന് വിശ്വാസം നഷ്ടപ്പെടുകയും അത് എതിർ ക്രിസ്തുവിൻ്റെ ഇരിപ്പിടമായിരിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഇതേ കാര്യമാണ് അവർ ലേഡി ഓഫ് കഞ്ചിക്കോട് പറഞ്ഞതും, ഇതേ കാര്യമാണ് കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൽ പറയണതും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കും. ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം, ഇത് നടക്കേണ്ടതാണ്, ഇത് സഭയിൽ സംഭവിക്കേണ്ടതാണ്. ഈ വിശ്വാസത്യാഗം, അന്തിമ പരീക്ഷണം, ഇതെല്ലാം അതുക്കും മേലെ സഭയിൽ സംഭവിക്കും. നമ്മൾ എന്ത് ചെയ്യണം? സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉറച്ചു നിൽക്കണം. ഇത് പൂർത്തിയായേ പറ്റൂ. ഈശോയെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട് യുദാസ് വന്ന് പടയാളിക്ക് പിടിക്കുന്ന സമയത്ത്, അതായത് ഈ സഭയുടെ ക്രൂശീകരണം പോലെ തന്നെ യേശുവിനെ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പത്രോസ് പറയുന്നുണ്ട്, പത്രോസ് വാളെടുത്ത് വെട്ടുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, പത്രോസേ, എൻ്റെ പിതാവിനോട് അപേക്ഷിച്ച് എൻ്റെ പിതാവ് ഒരു ഗ്രൂപ്പ് ഓഫ് വ്യൂഹം മാലാഖമാരയച്ച് എന്നെ സംരക്ഷിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ അങ്ങനെ സംരക്ഷിച്ചാൽ ഇപ്രകാരം നിറവേറണം എന്നത് എങ്ങനെ നിറവേറും? ഇപ്രകാരം ഞാൻ പിടിക്കപ്പെടുകയും എന്നെ ക്രൂശിക്കുകയും ചെയ്യണമെന്ന പ്രവചനം എങ്ങനെ നിറവേറും? അതുപോലെ സഭയിൽ ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. ഇതെല്ലാം ഇതിനപ്പുറവും. ഞാനിത് പറയണത്, എനിക്ക് ചിലർ മെസ്സേജ് ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ഹോമോസെക്ഷൽ ഇത് മാരകമാവാണെന്ന് അറിയില്ല ഇവർക്ക് എന്നുള്ളത്. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എത്ര പേര് സഭയുടെ കൂടെ നിൽക്കുന്നുവോ അവരാണ് ട്രൂ കാത്തലിക്സ്. എത്ര പേര് ഈ കാത്തലിക് ഫെയ്ത്ത് ഫോളോ ചെയ്യുന്നു, അതെത്ര ചെറുതാണെങ്കിലും അവരാണ് ദ റിയൽ കാത്തലിക്സ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഫാദർ ജോൺ ഇപ്രകാരം പറഞ്ഞത്, വെനറബിൾ ഫാദർ ജോൺ പറഞ്ഞത്, ഓൺലി ദി എക്സ്ട്രാ ഓർഡിനറി കാത്തലിക്സ് വിൽ സർവൈവ് ദിസ് ഏജ്. അസാധാരണ കൃപയുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള കത്തോലിക്കർ മാത്രമേ ഈ കാലഘട്ടത്തെ അതിജീവിക്കുള്ളൂ. ഓർഡിനറി കാത്തലിക്സ്, സാധാരണ കത്തോലിക്കർ, സഭയിൽ ഇങ്ങനെ നടന്നു, സഭയിൽ അങ്ങനെ നടന്നാൽ പിന്നെ സഭ മാറിയേക്കാം എന്ന് പറഞ്ഞ് പേടകത്തിൻ്റെ പുറത്ത് എടുത്തു ചാടിയാൽ എന്ത് സംഭവിക്കും? പുറത്ത് ചുറ്റും പ്രളയമാണ്, മുങ്ങി താഴ്ന്നു മരിക്കും. ഈ ഒരു പേടകമേ നമുക്കുള്ളൂ നിത്യരക്ഷയിലോട്ട് പോകാൻ, സഭയാകുന്ന ഈ പേടകം. അപ്പം ഇതെല്ലാം ഇതിനപ്പുറവും നമ്മൾ കാണും. നമ്മളെ കൊണ്ട് പറ്റുന്നല്ല നമ്മൾ എന്ത് ചെയ്യുക? എതിർക്കുക. കാത്തലിക് ഫെയ്ത്ത് നമ്മൾ ഡിഫെൻഡ് ചെയ്യുക, നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, നമ്മൾ പ്രചരിപ്പിക്കുക. അതല്ല, ഇതാണ് സത്യം നമ്മൾ പറയുക. ബാക്കിയെല്ലാം നമ്മൾ ഈശോയ്ക്ക് വിട്ടേക്കുക. ഈശോയുടേതാണല്ലോ സഭ. അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, CCC 675 ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഈ ബിഷപ്പുമാരും കർദിനാൾമാരെല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് 2000 വിശുദ്ധ ജോൺ പോൾ പാപ്പ ചങ്ക് പൊട്ടി മാപ്പ് ചോദിച്ചൊരു കാര്യം 25 വർഷങ്ങൾ കഴിഞ്ഞ് അടുത്തൊരു ജൂബിലിക്ക് വളരെ ആഘോഷകരമായിട്ട് ബസിലിക്കയുടെ അകത്ത് വരെ കയറിപ്പോയെങ്കിൽ നമ്മളിതെല്ലാം ഇതിനപ്പുറവും നമ്മൾ കാണും. അപ്പോഴാരും പകച്ചു പോകരുത്. ശിഷ്യന്മാർ പകച്ചു പോയതുപോലെ, അയ്യോ കർത്താവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, യേശു ദൈവമല്ലേ എന്ന് സംശയിച്ചതുപോലെ കത്തോലിക് സഭയുടെ ഡിവിനിറ്റി നഷ്ടപ്പെട്ടു, എല്ലാം തകർന്നു എന്ന് ചിന്തിക്കരുത്. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്ത് സംഭവിച്ചാലും സഭയിൽ ഉറച്ചു നിൽക്കുക, കത്തോലിക്ക തിരുസഭയിൽ ഉറച്ചു നിൽക്കുക, ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ട് പോരാടുക, വിശ്വാസത്തിന് വേണ്ടിയിട്ട് മരിക്കുക. അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.
Ave Maria, gracia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe Re.